ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ദളപതി പ്ലേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദളപതി നഗരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ആനിമൽ ഫാം പോയതായിരുന്നു. ഈ എപ്പിസോഡിൽ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ എപ്പിസോഡിൽ നമ്മളൊരു വില്ലേജർ ബ്രീഡിംഗ് സെൻ്ററാണ് പണിയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, ഞാൻ അതിനുള്ള ഒരു വില്ലേജർ ബ്രീഡിംഗ് സെൻ്ററിനുള്ള പ്ലാറ്റ്ഫോമാണ് ഞാൻ പണിത് വെച്ചേക്കുന്നത്. അത് പണിയാനുള്ള സാധനങ്ങൾ ഇൻവെൻട്രിയിൽ നിങ്ങൾ കാണുന്നുണ്ട്. കോടാലിയുടെ ചുറ്റിനും കാണുന്നുണ്ടാവും. നമ്മൾ പണിത ആനിമൽ ഫാം അവിടെ ഇരിക്കുന്നത്. അതിപ്പോൾ വന്നിട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. കോഴികളാണ് ഏറ്റവും കൂടുതൽ പേരിക്കുന്നത്, മുട്ട ഇടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോം, അതായത് ഇപ്പോൾ ഞാൻ നമ്മുടെ വില്ലേജർ ബ്രീഡിംഗ് സെൻറ്റർ ട്രേഡിംഗ് ഹാളും ഇവിടെയാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം പണിത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം പണിത് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ വില്ലേജേഴ്സിന് വേണ്ടി ഞാൻ ഇഷ്ടംപോലെ ബെഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം 2-3 വില്ലേജിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ബാക്കി 2-3 എൻ്റെ ഇവിടെ ചെമ്മരിയാടുകളെ ബ്രീഡ് ചെയ്യിപ്പിച്ച് അവരെ തല്ലിക്കൊന്ന് ഉണ്ടാക്കിയതാണ്. ഇപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഇത്രയും മൂലയ്ക്കില്ല, അതായത് ഈ 2 ബ്ലോക്സ് ഗ്യാപ്പിൽ മാത്രമായിട്ടൊരു വോൾ വെക്കാനാണ്. ഇവിടെ ഏതൊരു ചെസ്റ്റിനകത്ത് കണ്ണാടി ഉണ്ടായിരുന്നു. അവിടെ വോളും റൂഫ് ടോപ്പും എല്ലാം എന്ന് വെച്ചാൽ ഒരു പില്ലർ, ഒരു മതിൽ ഫുള്ളും കവർ. ഇതിനകത്തുണ്ട് കണ്ണാടി, മതിലും കണ്ണാടി എല്ലാം അല്ല, മതിലും റൂഫ് മേൽക്കൂരയെല്ലാം കണ്ണാടി വെച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്തുണ്ട്. ഇതിനകത്ത് സാൻഡ് ഇനിയുണ്ട് നമുക്ക്. ഓക്കെ, സാധനം എന്താ റെഡി. പിന്നെ അതൊന്നും ഇല്ലല്ലോ. അതിനകത്തും ഉണ്ട്. ഓക്കെ, ഒരു സ്റ്റാക്കിന് മേലെ ഉണ്ടല്ലോ, ഒരു സ്റ്റാക്കിൽ 2 സ്റ്റാക്ക് കണ്ണാടി ഗ്ലാസ്സൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് മെൽറ്റിങ്ങിന് വെച്ചേക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കോർണറിൽ നിന്നാണ് നമ്മൾ പില്ലറപ്പ് ചെയ്യുന്നത്. ഒരു 7 ബ്ലോക്സ് ഹൈറ്റിൽ. 1 2 3 4 5 6 7. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഞാൻ ചാടണം. ഇങ്ങനൊന്നുമില്ല, ഇച്ചിരി ലാഗുണ്ട്, ഒരു പൊടിക്ക് ലാഗുണ്ട്. അടുത്ത പ്രാവശ്യം പൗഡർ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കുവാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു വില്ലേജറിൻ്റെ ട്രെയിനിങ് കൊണ്ട് നല്ലൊരു രീതിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വില്ലേജേഴ്സിനെ ബ്രീഡ് ചെയ്യുന്നുള്ളൂ. കുറച്ച് വർക്കിംഗ് സ്റ്റേഷൻ എൻ്റെ കയ്യിലുള്ളൂ. ഒരു മിനിറ്റ്, ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തന്നെ ഒന്ന് ഹീലാക്കട്ടെ. പിന്നെ വീണിയാകും. ഇവിടെ അതുപോലെയൊക്കെ തന്നെ. ഓക്കെ, 1 2 3 4 5 6 7. 7 കാണാം. 7 അവിടെ ഉണ്ട്. ലാഗൊക്കെ ഉണ്ട്, എന്താ അറിയില്ല. എനിക്ക് സെറ്റിങ്സ് മാറ്റിയ പിന്നെ നല്ല ലാഗൊക്കെ ഉണ്ട്. നല്ല ബെറ്റർ ഗെയിമിംഗ് എക്സ്പീരിയൻസ് വെച്ച് ഇങ്ങനെയൊക്കെ ഒരു സ്പ്ലിറ്റ് കൺട്രോൾ. അയ്യോ, ഇതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. നമുക്കതൊക്കെ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വിടാം. ഓക്കെ, അപ്പം നമ്മൾ പില്ലറൊക്കെ സ്റ്റാൻഡപ്പ് ചെയ്ത് നമ്മളതൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതൊരു ഡിസൈൻ പണിത് വെച്ചു. എന്നതിനാണെന്നറിയില്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെയൊക്കെ പണിത് വെച്ചു. ഇനി നമ്മൾ ഈ പില്ലേഴ്സിനെ ഒന്ന് കണക്ട് ചെയ്യണം. ഇങ്ങനെ കണക്ട് ചെയ്യണം. ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ ഒരു ഇച്ചിരി മടുപ്പാണ്. അറിയാലോ, ഇതൊക്കെ പണിയാൻ നല്ല മടുപ്പാണ്. നമുക്കെന്ന് ഇതും കൂടി ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. നമ്മളിപ്പോൾ അതൊക്കെ നമ്മളത് കണക്ട് ചെയ്ത് ഇനി നമുക്ക് ഈ സൈഡിൽ മണ്ടക്കത്തെ ചെയ്ത് അതേ ഡിസൈൻ നമുക്ക് സൈഡിലായിട്ട് ചെയ്ത് വിടാം. ഞാൻ നോക്കിയിട്ട് ഇപ്പം എൻ്റെ ഡിസൈൻസിന് വ്യത്യാസമുണ്ട്. താഴെ സ്ട്രൈറ്റ് ആയിട്ടും മണ്ടയ്ക്ക് ചരിഞ്ഞും. ഇപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് മാറ്റാം. അതും നമുക്കൊന്ന് സ്കിപ്പ് ചെയ്തിട്ടേക്കാം. അപ്പം ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. താഴത്തെ അതേ ഡിസൈൻ ഞാൻ മേളത്തെ ഡിസൈൻ താഴെ കൊണ്ടുവന്നു. ഇനിയും നമുക്കൊരു ഫ്ലോറിങ് ചെയ്യാം. ഫ്ലോറിങ് ഞാൻ ആദ്യം സ്ലാബ് വെച്ചായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ ഇതിന് ഇത്രയും സാധനം എൻ്റെ ഉണ്ട്. ഇപ്പോൾ ഇതിന് സ്ലാബ് പറഞ്ഞാൽ എൻ്റെ ഇൻവെർട്ടർ നിറയും. അപ്പോൾ അത്രയും വേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ പ്ലാങ്ക് വെച്ച് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അതാകുമ്പോൾ റിസോഴ്സ് വേസ്റ്റ് ആകത്തില്ലല്ലോ, അത്രയും ലാഭമാവും. ഇപ്പം തന്നെ ഇച്ചിരി കൂടുതലായിപ്പോൾ ഞാൻ ഒരുപാട് ഗ്രൈൻഡ് ചെയ്തു. എനിക്ക് അത്ര ആവശ്യമില്ലായിരുന്നു.
ആവശ്യമുണ്ട്. എനിക്ക് വുഡൊക്കെ ഒരു ഇതിന് ഫ്യൂവലായിട്ട് വരുമെന്നാണ്. ഇതുണ്ട് എൻ്റെ ബാക്കി ഗ്ലാസ് എന്താണെന്ന്. അപ്പോൾ മിച്ചം വന്ന ഗ്ലാസ്സിന് അതൊക്കെ പിന്നെ നോക്കാം. നമുക്കത് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമുക്കിത് ഇങ്ങനെ ഫുള്ളും പ്ലാങ്ക്സ് ഇട്ടങ്ങ് നിറയ്ക്കാം. വേറെ ഡിസൈൻസ് ഒന്നും ഇല്ല, ചുമ്മാ പ്ലാങ്ക് ഇട്ട് അങ്ങോട്ട് നിറയ്ക്കാം. ഞാൻ ഈ ഒരു തറയിൽ അങ്ങ് ചെയ്ത് പോലൊരു ഡിസൈന് ഓക്കും കുറച്ചായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്ലാങ്ക്സ് വെച്ച് നിറയ്ക്കാം. അതും നമുക്ക് എന്തോ ഫാസ്റ്റ് ഫോർവേഡ് തന്നെ ചെയ്ത് വിടാം. ഇതങ്ങനെ നമ്മുടെ ഫ്ലോറിങ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പ്ലാങ്കൊക്കെ ഇട്ട് നിറച്ചും. ഇനി എന്താ പ്ലാൻ? നമുക്കിവിടെ കണ്ണാടി വയ്ക്കണം. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ഭിത്തി കെട്ടണം. ഭിത്തി നമ്മൾ കണ്ണാടി വെച്ചാണ് കെട്ടുന്നത്. കാരണം ഈ ഒരു വില്ലേജേഴ്സിൻ്റെ ട്രേഡിങ് ഹാളിൽ ഡാർക്ക്നെസ് പറ്റത്തില്ല. അങ്ങനെ സോംബിയൊക്കെ വന്നാൽ പിന്നെ എനിക്ക് എല്ലാം അങ്ങ് പണിതിട്ട് എല്ലാം കൊള്ളാം. നമ്മളെല്ലാം ലൈറ്റ് അങ്ങോട്ട് കടത്തിവിടാൻ വേണ്ടി ഗ്ലാസ് വെക്കണം. അതിൻ്റെ അകത്ത് ടോർച്ചും വെക്കണം. വേറെ കാര്യം അപ്പം ഞാൻ ഇങ്ങനെ മെല്ലെ വെച്ച് ഓയിലിൻ്റെ നടുഭാഗം കണ്ടുപിടിക്കുക. എന്നാത്തിനാന്ന് വെച്ചാൽ കാരണം ഇപ്പം നമ്മുടെ വില്ലേജേഴ്സിനെയൊക്കെ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കൊക്കെ അറിയായിരിക്കാം. വില്ലേജേഴ്സിനെ വില്ലേജ് ട്രാപ്പ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഞാൻ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇതിനകത്തൂടെ അവരെ കയറ്റി വിടണം. അവർക്ക് ഇതിനകത്തൂടെ കയറണം. അതിനാൽ ഞാൻ ഇപ്പോൾ ഈ തൽക്കാലത്തേക്ക് നടുക്ക് ഇത്രയും സ്പേസ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുവാണ്. അതും കൂടെ കയറ്റി കഴിഞ്ഞാൽ മൊത്തം അടച്ചിട്ട് ഞാൻ മേൽക്കൂര കെട്ടും. ഇപ്പം മേലിലൂടെ മാത്രം ഇറങ്ങാനും ഒരു സ്പേസ് തുറന്നത് അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ വെക്കുന്നതും ബോറായിരിക്കും. നമുക്ക് അതും കൂടി ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വിടാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്ലാസ് ഇട്ട് നിറയ്ക്കുന്നതിന് നമ്മുടെ വില്ലേജേഴ്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഞാൻ അവിടെ ബെഡും വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഗ്ലാസ് കൊണ്ട് നിറച്ചാൽ മതി. ഗ്ലാസ് കയറുന്നപ്പോൾ ഞങ്ങൾ സാധനം എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വില്ലേജേഴ്സിനെ ഇപ്പോഴും കൊണ്ടുവന്നേക്കാം. ഞാൻ പണി വെയിറ്റ് ചെയ്തില്ല. അത്രേ ഉള്ളൂ. എൻ്റെ ബാക്കി ഓക്കെ. ഇവിടെ ഇനിയിപ്പോൾ ഈ ഗ്ലാസ് എപ്പോൾ തീരുന്നു അന്നേരം ഈ വീഡിയോ അല്ല, ഈ ഒരു പോർഷൻ ഇവിടെ വെച്ച് കട്ടായിട്ട് ഇനി മൊത്തം ഞാൻ ഓഫ്ലൈനിൽ ചെയ്തിട്ട് ഇനി ബാക്കി കാണിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ നിങ്ങൾക്കും കൂടെ ബോറടിക്കും. ഇതൊക്കെ പ്രത്യേകിച്ച് ഒരു ഡിസൈനൊന്നും ഇവിടെ ഇല്ല. അതാണ്ട് വില്ലേജേഴ്സിനെയും അവരൊരു വിധത്തിലാണ് കൊണ്ടുവന്നത്. ഞാൻ ആ വില്ലേജേഴ്സിനെയും കൊണ്ടുവന്ന് ഞാനിവിടെ ബെഡും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിനി ഇവിടെ നിന്ന് ഇങ്ങനെ ഗ്ലാസ് വെച്ചൊരു വോള് കെട്ടാം. അതിൻ്റെ ഇതും അകത്ത് കയറിയോ? പക്ഷേ അകത്ത് കയറുന്നൊന്നുമില്ല. പക്ഷെ തല്ലിയാൽ പിന്നെ പുറകെ അടങ്ങും ഒരു കൂട്ടം. ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ചെയ്യുക. നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു പരാതി പ്രകാരം ചാനൽ കാണുന്ന 84% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ നിന്ന് കിട്ടിയൊരു പരാതിയാണ്. ആ പരാതി ഇനി ഉണ്ടായിരിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നമ്മുടെ ഈ ഒരു ട്രേഡിങ് സെൻറ്റർ നമ്മൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് ചുറ്റിനും കണ്ണാടി വെച്ചൊക്കെ നമ്മൾ കെട്ടി നമ്മൾ ഈ രണ്ട് സൈഡിലും നമ്മൾ സ്ലാബ് വെച്ചിട്ട് സ്റ്റെപ്പ് പണിത് നമ്മുടെ വില്ലേജേഴ്സിനെ ഇതിനകത്തിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുക മാത്രമല്ല ഇങ്ങനത്തെ ഒരു സ്ലാബ് വെച്ചൊരു സ്റ്റെയർ കേസും പണിത്. അതാണ് ഞാൻ അപ്പുറത്തെ സൈഡിലും പണിത്, ഈ രണ്ട് സൈഡിലോട്ടും പണിത്. പിന്നെ കയറി പോകാൻ ഇങ്ങനത്തെ ഒരു സ്ഥലവും ഞാൻ ബാക്കി ഒഴിച്ചിട്ടാണ്. കാരണം ഗ്ലാസ്സിൽ ലാഡർ വെക്കാൻ പറ്റത്തില്ല. വില്ലേജേഴ്സിന് ലാഡർ കയറാനോ ട്രാപ്പ് ഡോർ വെക്കാൻ തുറക്കണമെന്ന് അറിയത്തില്ല. നമ്മളിങ്ങനെ ഇന്നത്തോടെ കയറുന്നു. അതുകൊണ്ട് ഇതിനകത്ത് വില്ലേജേഴ്സൊക്കെ ഒത്തിരി ബ്രീഡായി. 2 നെറ്റ്വിറ്റൊക്കെ ഉണ്ട്. മര അവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ ഇവർക്ക് വർക്ക് സ്റ്റേഷൻസും കൊടുത്തു. അതുകൊണ്ട് ഈ മച്ചാനായിട്ട് ഞാൻ ഇഷ്ടംപോലെ ട്രേഡ് ചെയ്ത് ഞാൻ കൊണ്ട് ചെസ്റ്റിനകത്ത് വെച്ച് ഇഷ്ടംപോലെ എമറാൾഡ് ട്രേഡ് ചെയ്തിരുന്നു. അതിൻ്റെ വാട്ടർ ബോട്ട് അതെനിക്ക് ഫിഷിങ്ങിന് കിട്ടിയത്. ഇഷ്ടംപോലെ പൂച്ചകൾ സ്പോണാവുന്നുണ്ടായിരുന്നു. അതായത് ഫിഷിങ് അവിടെ ഇരിക്കുന്നത്. ഈ മച്ചാനോട് ഞാൻ ട്രേഡിങ് ചെയ്തിരുന്നു. അത് മച്ചാൻ്റെ പോക്കറ്റിലൊരായാലും കെട്ടിയിരിക്കുന്നത്. ഇത് കാണാൻ പുള്ളിക്കാരൻ അപ്രൻറ്റീസായി. നോവായ്സിൽ നിന്ന് അപ്രൻറ്റീസിലേക്ക് മാറി. വേറൊരു പുള്ളിക്കാരനുണ്ട്. ഈ പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ പുള്ളിക്കാരനും
ഞാൻ ട്രൈഡ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരനായിട്ട്. ഇപ്പം ഇങ്ങനെ ഞാൻ ഇതിൽ കൂടെ കയറുന്നത്. കാരണം വില്ലേജേഴ്സ് ഇങ്ങനെ കയറാൻ പറ്റത്തില്ല, നമുക്ക് നമ്മൾ പ്ലെയേഴ്സ് ഇങ്ങനെ കയറാൻ പറ്റും. ഇങ്ങനെ നമ്മൾ കയറുന്നു, അകത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നു. ഞാൻ മുമ്പ് അവിടെ വെച്ച് പോലെ തന്നെ ഒരു സ്ലാബ് വെച്ചൊരു സ്റ്റെയർ കേസ് ഇവിടെയും വെച്ചായിരുന്നു. ഒരു വശത്തൊക്കെ ആകുമ്പോൾ നല്ല വൃത്തികേട്. അപ്പോൾ അത് ഞാൻ 2 വശത്ത് ഇങ്ങനെ സിമെട്രിക്കലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിനും അടച്ച് മേലെ അങ്ങനെ വെച്ചിട്ട് 2 സൈഡിലായിട്ട് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡൊക്കെ വൃത്തികേട്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ആവശ്യമില്ല, ഞാൻ 2 സൈഡിലും കിട്ടി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ ബിൽഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മുമ്പ് പറയുകയാണ്, ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.